പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇന്നിപ്പോൾ ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണല്ലോ. വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു രീതിയിലേക്കാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ. ഇതിൽ ചില പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ സമൂഹത്തിന് നന്മയ്ക്ക് ഉതക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും മിക്ക പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളും കുടുംബ ബന്ധങ്ങൾ തന്നെ തകർക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ചെന്നപ്പെടുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു 50-കാരിയായ ഒരു വീട്ടമ്മയും അതുപോലെ തന്നെ 50 വയസ്സുള്ള ഒരു സഹപാഠി, അവരോടൊപ്പം ഒന്നിച്ചു പഠിച്ച ഒരു സഹപാഠിയായ ഒരാളും കൂടി ഒളിച്ചോടിപ്പോയിട്ടുള്ള ഒരു വാർത്ത നമ്മൾ കണ്ടത്. ഇവർക്ക് രണ്ടുപേർക്കും കുടുംബമുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്. ഇവിടെ ഇത്തരം പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നതിന് ലക്ഷ്യം ചില ബിരുദന്മാർ സ്ത്രീകളുടെ നമ്പർ കൈവശപ്പെടുത്തി അതിൽ നിന്നും മുതലെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. ഇതിൽ കൂടുതലും ഇരയാകുന്നത് സ്ത്രീകളാണ്. പലപ്പോഴും നമ്മളെ കൂടെ പഠിക്കുന്ന ആ സമയത്തുണ്ടാകുന്ന പ്രണയങ്ങളും മറ്റും പിന്നീട് പിൽക്കാലത്ത് അത് വീണ്ടും പുനരാരംഭിക്കാനുള്ള ഒരു രീതിയിലാണ് ചില പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ നടത്തുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ സമൂഹത്തിന്റെ നന്മക്കും ചെയ്യുന്നുണ്ട്. അതായത് ആ അവർ ഒന്നിച്ച് പഠിച്ച വിദ്യാർത്ഥികൾക്കിടയിൽ ചില പേർക്ക് ഉണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അവർ സംഘടിതമായി തീർത്തു കൊടുക്കുന്ന പല വാർത്തകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്കിലും ഇത്തരം വാർത്തകളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം വിദ്യാർത്ഥി സംഗമങ്ങൾ പങ്കെടുക്കുന്നവരുടെ ഉദ്ദേശശുദ്ധിയും കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കുകൊള്ളുക. ഇതിന്റെ പിന്നിൽ ലക്ഷ്യം ഒരു വഞ്ചനയുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. വിശേഷ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടത്. കാരണം കുടുംബമായി ജീവിക്കുന്നവരെ കുടുംബം തകർക്കുന്ന തരത്തിലേക്കുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നുണ്ട്. ഇതിനെ അനുകൂലിച്ചുകൊണ്ടാണ് പലവരും രംഗത്ത് വരുന്നതെങ്കിൽ തന്നെ ഒറ്റപ്പെട്ടുള്ള ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളെ പാടെ എതിർക്കുന്ന രീതിയിലേക്കാണ് ചെന്നുവിടുന്നത്. അതുകൊണ്ട് ഇത്തരം പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന്റെ ലക്ഷ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.